ഓവറോൾ എങ്ങനെയുണ്ട്? കാരണം ഒരു ശങ്കർ ഫിലിം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതായത് നമ്മൾ അതിലൊരു സംഭവം ഇത് മുതൽ വണ്ടി വേറൊരു വെർഷനായിട്ട് ഒരു പൊളിറ്റിക്കൽ ബേസിലാണ് പടം പോകുന്നത്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസിനുണ്ടോ? ഇല്ല, നമുക്കിപ്പോൾ ഒരു പടം കണ്ടിപ്പോൾ ഒരു ബോറടിക്കുക അങ്ങനെയൊന്നുമില്ല. സ്പീഡിലാണ് കഥ പോകുന്നത്, നല്ല സ്പീഡിലാണ് കഥ പോകുന്നത്. Perfect game over for Shankar, not only for Ramcharan, for Shankar. Game changed or banning in combo where level? No, next level. Disaster next level. Okay, Indian Duke മേലെ പുഷ്പയ്ക്ക് കീഴേ. I think Duke. We have to Duke. Okay, Shankar come back. No, he won't come back at all. Career end. எப்படி அந்த 400 கோடி எடுத்தவருக்கு ஏதாவது I don't get you. We can't collect. I think Kerala will get only 5 crores. Okay. Closing will be under 100. That's it. Okay. So எப்படி டோட்டலி எப்படி இருந்துச்சு அந்த சாங்? இந்த அளவுக்கு பட்ஜெட்ல அந்த சாங் எல்லாம் எடுத்து வச்சிருக்கா. அப்போ அது பார்க்கிறதுக்கு எப்படி the grandeur is also not that good up to mark, but we can see for up to songs like we expected one ultra some camera. They said the song is not in that movie. Totally disappointed. Theater experience ஏதாவது இல்ல மாஸ்? Nothing at all. Especially of this theater, sound is good. That's it. Okay. No songs good. Background score is not that to mark. Nothing. எப்படி டிசாஸ்டரா? Yeah. Next to disaster. Okay. Next to disaster. Bro, எப்படி இருந்துச்சு? Except is completely. What we accept is completely not happened in the movie. Fully disappointed? Most fully disappointed. Especially we expect Shankar movie, but we didn't expect what that. No, nothing happened. പടം ജസ്റ്റ് ചുമ്മാ ഇരുന്ന് കാണാൻ വേണ്ടി കാണാം, അല്ലാതൊന്നുമില്ല. പറഞ്ഞത് ആളുകൾ പറക്കണം. അപ്പോൾ ശങ്കറിന്റെ ബോംബ് പരിപാടി തന്നെ. ബോംബ് തന്നെ പകുതി മുതൽ സിനിമ തന്നെ. ഒരു ശിവാജിയെ കൊണ്ടുപോകത്ത് രാജി കുറച്ച് മുതൽവണ്ണാണ് കൂടുതലായിട്ടുള്ളത്. ആ സെയിം സിനിമയാണ്. ടൂ പോലെയല്ല, ഈ പടം ഒരു ആവറേജ് ഉണ്ട്. പക്ഷേ ശങ്കറിന്റെ ആ പഴയ ആ ഒരേ സ്റ്റൈൽ പുതിയതായിട്ടൊന്നുമില്ല. ആ പഴയ സ്റ്റൈൽ മാത്രമേ ഉള്ളൂ. ശങ്കറിന്റെ സിനിമ നോർമലായിട്ടുള്ള എല്ലാ സിനിമ പോലെ തന്നെ, പക്ഷേ ഇന്ത്യൻ ടൂവിനെ കണ്ടി പോകാം. ബ്രഹ്മാണ്ടത്തിന് ബോറിംഗ് കമ്പാക്കാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കൊള്ളാം, സിനിമ കൊള്ളാം. ട്രെയിലറിലൊക്കെ ശിവാജി അല്ല, അതിന് ശങ്കറിന്റെ എല്ലാ സിനിമ കാണുമ്പോൾ തന്നെയാണ്. പക്ഷേ അത് എടുത്തിരിക്കുന്ന രീതികൾ കൊള്ളാം. ഒരു ഇമോഷണൽ സീനായിട്ടാണ് കൊള്ളാം, കുഴപ്പമില്ല. നോർമൽ തന്നെ. ഇന്ത്യൻ ടൂ ഇതെന്ന് പറഞ്ഞ് നടക്കിയെങ്കിൽ മറ്റൊരു നെഗറ്റീവ് ആക്കേണ്ടി വരില്ല. വലിയ ഇതില്ല. സാധാരണ ശങ്കർ പടം ഒരു ബ്രഹ്മാണ്ടം അതുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, ശങ്കർ പടം ഒന്നും പറയില്ല. ഫസ്റ്റ് ഹാഫ് ലാഗാണ്, സെക്കൻഡ് ഹാഫിൽ എവിടെയൊക്കെ കുറച്ച് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. പക്ഷേ വീണ്ടും ക്ലൈമാക്സ് ഇന്ത്യനേക്കാളും ബെറ്റർ ആണ്. അയ്യോ ഒന്നുമില്ല. രാംചരന്റെ ഷോ അത്രേ ഉള്ളൂ, വേറെ ഈ ശങ്കറിന്റെ ബ്രഹ്മാണ്ടം ഉണ്ടായിരുന്നു സോങ്ങിലൊക്കെ. അതുണ്ടായിരുന്നു. ബിഗ് ബഡ്ജറ്റില്ലേ, 5 കോടിയല്ലോ അതിനുള്ള ഉണ്ട്. വേറെ സിനിമയൊക്കെ ആവറേജ് അത്രേ ഉള്ളൂ. ഓക്കെ അത്രേ ഉള്ളൂ. ഈ കോഴ തന്നെയാണ് ഇതിലും പറഞ്ഞേക്കുന്നത്. അതെ സെയിം എല്ലാം അങ്ങനെയാണല്ലോ. ഇന്ത്യൻ എല്ലാം അങ്ങനെയാണല്ലോ. ശങ്കറിന്റെ എല്ലാ സിനിമയും അങ്ങനത്തെ ജോണറാണല്ലോ. ഓക്കെ അത്രേ ഒന്നുമില്ല. ശങ്കറിന്റെ ഫാനാണോ? സ്ഥിരമുള്ള സാധനം തന്നെ. ശരിക്കൊരു ബ്രഹ്മാണ്ട എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ശങ്കറിന് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും പുള്ളിക്കാരുടെ കരിയറിൽ. ഇതിനകത്ത് എന്താ പൊളിറ്റിക്സ് തന്നെയാണോ പറഞ്ഞേക്കുന്നത്? എസ് ജെ സൂര്യയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? പടം ഒരു പാനിൽ ഹിറ്റ് ആവും ഈ സിനിമ. ഓക്കെ, അല്ലാതെ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്ര നമ്മൾ പ്രതീക്ഷിച്ച ലെവലിലൊന്നും വരത്തില്ല. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പം ശങ്കറിൻ്റെ മുമ്പത്തെ എടുത്ത് നോക്കിയാൽ ബെറ്റർ ആയിരുന്നു. പേഴ്സണലി ഇന്ത്യൻ ടൂവിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഒരു വൻ പരാജയം. അത് കംപ്ലീറ്റ്ലി എനിക്ക് ക്രിഞ്ച് സീൻസ് ഉണ്ട്, കൺഫേം ഉണ്ട്. ഒരുപാട് ക്രിഞ്ച് സീൻസ് ഉണ്ട്. പക്ഷേ ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള 1-2 സീൻസ് ഉണ്ട്. പിന്നെ കുറച്ച് ഗൂസ്മെൻറ്റ്സ് വരുന്ന സെക്കൻഡ് ഹാഫിലൊക്കെ കുറച്ച് സീൻസ് ഉണ്ട്. അങ്ങനെ
പൊളിറ്റിക്സ് ആണ്. ബട്ട് ഒരു കംപ്ലീറ്റ്ലി കൊമേഴ്ഷ്യൽ രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറെ പാസവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അതിനുള്ളതൊന്നും എത്തിയിട്ടില്ല. ഇന്ത്യൻ ടൂവിനേക്കാളും ബെറ്ററാണ് സിനിമ. ബട്ട് പെർഫോമൻസ് എങ്ങനെയുണ്ടോ? പെർഫോമൻസ് എസ് ജെ സൂര്യ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. രാംചരന്റെ ഫേസിൽ എക്സ്പ്രഷൻസ് ഒന്നും അത്ര കൺവിൻസിംഗ് ആയിട്ട് വരുന്നില്ല. സോങ്സ് ഒരുപാട് ബഡ്ജറ്റ് മുടക്കിയ സോങ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് ബഡ്ജറ്റ് മുടക്കിയിട്ടുണ്ട്. അതിന്റെ VFX ആണെങ്കിലും സെറ്റ് ആണെങ്കിലും കാണുമ്പോൾ മനസ്സിലാവും. സോങ്സ് പക്ഷെ കേൾക്കാൻ അത്ര രസമുണ്ടെന്ന് വെച്ചാൽ വൺ ടൈമായിട്ട് തിയേറ്ററിൽ പോയി സമയം ഉണ്ടെങ്കിൽ കാണാം. അങ്ങനെ സജസ്റ്റ് ചെയ്യുള്ളൂ. മസ്റ്റ് വാച്ച് എന്നൊന്നും പറയാനായിട്ടില്ല.